നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 24 ലോട്ടറിയിൽ ഭാഗ്യ നമ്പറുകൾ അടിക്കാൻ സാധ്യതയുള്ള രാശിക്കാർ, ലഗ്നക്കാർ, നക്ഷത്രങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഭാഗ്യസമയം, ഭാഗ്യനിറം, ഇതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഭാഗ്യസമയം പറയാം. ഇന്ന് 2024 മാർച്ച് 24 രാവിലെ 4:55 AM-നും 5:43 AM-നും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തം നല്ല സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം 24-ാം തീയതി ഉച്ചയ്ക്ക് 12:09 PM മുതൽ 12:57 PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ്. ഭാഗ്യമുള്ള സമയമാണ്. ഭാഗ്യ നിറം പറയാം. 24-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇളം ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന ഈ കോമ്പിനേഷൻ നമ്പറുകൾ, പൊതുവിൽ എല്ലാ ദിവസവും പറയുന്ന ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ 5198, അതിൻ്റെ 24 കോമ്പിനേഷൻ. അപ്പോൾ കഴിഞ്ഞ ദിവസവും 5198 കളി വന്നിട്ടുണ്ട്. ഓക്കെ, 2 കോമ്പിനേഷൻ പറയാം. 1985, 9851, ഇതുപോലെ 24 കോമ്പിനേഷൻ 5198 എല്ലാ ദിവസവും വരുന്ന കോമ്പിനേഷൻ നമ്പറാണ്. ഓക്കെ, ചെറിയ സമ്മാനങ്ങളായാലും. ഓക്കെ, ഇനി ബാക്കിയുള്ള പൊതുവിൽ എല്ലാ ദിവസവും ഞങ്ങൾ പറയുന്ന ഭാഗ്യ കോമ്പിനേഷൻ നമ്പറുകൾ, അതിൻ്റെ 24 കോമ്പിനേഷൻസും. 5193, അതിൻ്റെ 24 കോമ്പിനേഷൻ. 1963, 3029, 4038, 7219, 4792, 3644, 1995, 5716. ഇനി ഈ ദിവസം സാധ്യതയുള്ള ഒന്നാം സമ്മാനം അടിക്കാൻ സാധ്യതയുള്ള നമ്പർ പറയാം. അതിന് 1,00,000-ൽ 1% പോലും സാധ്യതയില്ല. എങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നാം സമ്മാനം അടിക്കുന്ന നമ്പർ പ്രഡിക്റ്റ് ചെയ്യുന്നു. അത് സാധ്യത വളരെ കുറവാണ്, എന്നാൽ തന്നെയും അതൊരു പ്രതീക്ഷയാണ്. ഓക്കെ, 24/3/2026 ഒന്നാം സമ്മാനം അടിക്കാൻ സാധ്യതയുള്ള 3 നമ്പറുകൾ പറയാം. 164239, 932461, 641239. ഇനി 24/3/2026 കോമ്പിനേഷൻ നമ്പറുകൾ. ഓക്കെ, പൊതുവിൽ പറഞ്ഞ കോമ്പിനേഷൻ നമ്പറുകൾ കഴിഞ്ഞു. അതുകൂടാതെ ഈ ദിവസം 24/3/2026 ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കോമ്പിനേഷൻ നമ്പറുകളും, പിന്നെ അവയ്ക്ക് തീർച്ചയായിട്ടും 24 കോമ്പിനേഷൻ വരും. ഓക്കെ, 6293, 4198, 4632, 9143, 9268, ഇതിൻ്റെ 24 കോമ്പിനേഷൻസിന് സാധ്യതയാണ്. ഇനി 24/3/2026 ഭാഗ്യ നമ്പറുകൾ പറയാം. 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 4, 2, 3, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഭാഗ്യ നക്ഷത്രങ്ങളും രാശികളും ലഗ്നം. ധനുരാശിക്കാണ് ഞങ്ങൾ സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നത്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് മാത്രമല്ല, ധനു ലഗ്നത്തിനും സാധ്യതയുണ്ട്. അത് ഈ ലഗ്നം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക, ആ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഭാഗ്യ നമ്പർ, പേഴ്സണൽ ഭാഗ്യ നക്ഷത്രം, പേഴ്സണൽ ഭാഗ്യ ഡേറ്റുകളും ഞങ്ങൾ പറഞ്ഞു തരാം. അതുപോലെ നിരവധി കാര്യങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഫോൺ വിളിക്കരുത്, പകരം
ദയവായി വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കുക. വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ജ്യോതിഷ ഗ്രഹനില അനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ടോ എന്നുള്ളത് അറിയാനും ഞാനുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങളുടെ മഹാദശ അന്തർദശ ഇവയൊക്കെ അനുകൂലമാണോ, ലോട്ടറി അടിക്കാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ധനുരാശി, ധനുലഗ്നം. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദം. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ്. തുലാം ലഗ്നവും. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം, മേടൻ രാശിയും മേടൻ ലഗ്നവും. പിന്നെ ഞങ്ങൾ പറയുന്ന രാശി ഇടവൻ രാശിയാണ്. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഓക്കെ, ഇടവൻ രാശി. പിന്നെ ഏറ്റവും 5ാമത്തെ ആയിട്ട് ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി ലഗ്നത്തിനും സാധ്യതയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ എല്ലാം കൂടെ നമ്മൾ എല്ലാ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര നീളമാവും. അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ വലിയ വീഡിയോ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകും. അത് കാരണം ഞങ്ങൾ സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് ഒരുപാട് ടിപ്പുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പറയാം. ഓക്കെ, തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയ സമ്മാനമെങ്കിലും ഇന്ന് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.